വീണ്ടും സമ്മർദ്ദ നീക്കത്തിന് ഒരുങ്ങുന്നു എന്നതാണ്. 2 ദിവസത്തിനകം തീരുമാനം, മുന്നണി പ്രവേശനത്തിൽ തീരുമാനമെടുക്കണം, അല്ലെങ്കിൽ താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന പ്രഖ്യാപനത്തിലേക്ക് അൻവർ വരികയാണ്. വീണ്ടും അൻവറിന്റെ സമ്മർദ്ദ നീക്കം UDF വഴങ്ങുമോ എന്ന പ്രസക്തമായ ചോദ്യം കൂടി ഉയരുകയാണ്. കാരണം അൻവറിന്റെ ഈ നീക്കത്തിന് പിന്നിൽ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കോൺഗ്രസിന് വഴങ്ങേണ്ടി വരുമോ, അല്ലെങ്കിൽ ചില അനുനയ ചർച്ചകൾ നടത്തേണ്ടി വരുമോ? പൂർണ്ണമായും അൻവറിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം UDF സ്വീകരിക്കുമോ, കോൺഗ്രസ് സ്വീകരിക്കുമോ? പ്രസക്തമാണ് കാര്യം. ഒരു കാര്യം നിർണായകമാണ്, PK കുഞ്ഞാലിക്കുട്ടിയും അൻവറും തമ്മിൽ നടക്കാൻ പോകുന്ന കൂടിക്കാഴ്ചയും നിർണായകമാണ്. എല്ലാ ദിവസവും ഓരോ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉയർത്തിക്കൊണ്ട് അൻവർ മുന്നോട്ട് വരികയാണ്. മുന്നണി പ്രവേശനം, അതാണ് അൻവറിന്റെ ഇപ്പോഴത്തെ ആവശ്യം. ആദ്യ നിലപാട് മാറുന്നു. ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരുന്നു. തനിക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയെ, താൻ ആഗ്രഹിച്ച സ്ഥാനാർത്ഥിയെ UDF പ്രഖ്യാപിക്കണം, കോൺഗ്രസ് പ്രഖ്യാപിക്കണം. ആ നിലപാട് സാധ്യമായില്ല. ഇപ്പോൾ മുന്നണി പ്രവേശനം എന്ന ആവശ്യം നമ്മൾ ഇന്നലെ തന്നെ പ്രതീക്ഷിച്ചതാണ്. അതുതന്നെയാണ് അൻവറിന്റെ നീക്കമെന്ന് കരുതിയതുമാണ്. അതുപോലെ തന്നെ സംഭവിക്കുന്നു. അൻവറിന്റെ അടുത്ത സമ്മർദ്ദം മുന്നണിയിൽ എടുക്കണം, അല്ലെങ്കിൽ താൻ മത്സരിക്കുമെന്ന വാദം. ഇതിന് വഴങ്ങുമോ കോൺഗ്രസ് എന്ന പ്രസക്തമായ ചോദ്യം കൂടി ഉയരുകയാണ്. അനുമോദ്, എന്താണ് സംഭവിച്ചത്? അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് യോഗത്തിൽ നടന്ന കാര്യങ്ങൾ എന്താണ്? സജിത്ത്, ഇത് കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വിലയിരുത്തിയ ഒരു സാഹചര്യം തന്നെയാണുള്ളത്. എന്തുകൊണ്ട് അൻവർ ഈ 2 ദിവസത്തെ ഒരു ഇടവേള നേതൃത്വം മുൻപിൽ വെക്കുന്നു എന്ന് പറഞ്ഞാൽ, സ്വാഭാവികമായിട്ട് താൻ ഉന്നയിക്കുന്ന 2 ആവശ്യങ്ങളിൽ ഒന്ന് തള്ളിക്കളഞ്ഞു. രണ്ടാമത്തെ ആവശ്യം തനിക്ക് മുന്നണിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അൻവറിനെ സംബന്ധിച്ച് UDFന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ ഇത് മാത്രമാണ് മുമ്പിലൊരു ശേഷിക്കുന്ന ഒരു വഴി. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിന് മുൻപ് അത് സാധ്യമായില്ലെങ്കിൽ പിന്നീട് അത് സാധ്യമാകുമോ എന്ന് തന്നെ പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ അൻവർ ഇക്കാര്യത്തിൽ തൻ്റെ അതൃപ്തി വ്യക്തമാക്കിയതാണ്. തനിക്കല്ല, തൻ്റെ അണികൾക്കാണ് അതൃപ്തി എന്ന് പറയുമ്പോൾ തന്നെ അത് കാര്യങ്ങൾ വളരെ വ്യക്തമാക്കുന്നതാണ്. അസോസിയേറ്റ് മെമ്പറാണോ എന്ന് ചോദിക്കുമ്പോൾ ബസ്സിൻ്റെ പടിയിൽ പോലും കയറാനുള്ള അനുവാദം എപ്പോഴും കിട്ടിയിട്ടില്ല എന്ന് അൻവർ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും തന്നെ ഒഴിവാക്കുന്നതിൽ, തന്നെ UDFന്റെ ഭാഗമാക്കുന്നതിൽ കാലതാമസം ഉണ്ടാക്കുന്ന അതൃപ്തി അൻവർ പരസ്യമായിട്ട് തന്നെ പങ്കുവച്ചതാണ്. അപ്പോൾ ഇന്നലെ ഉയർത്തിയ സമ്മർദ്ദം പോലും അതിനുവേണ്ട ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ്. ഇന്നിപ്പോൾ അത് തുറന്നു പറഞ്ഞിരിക്കുന്നു അൻവറിൻ്റെ ഒപ്പമുള്ളവർ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 2 ദിവസത്തിനകം ഇക്കാര്യത്തിൽ ഘടകകക്ഷിയാക്കുന്ന കാര്യത്തിൽ UDF തീരുമാനം പറഞ്ഞില്ലെങ്കിൽ അൻവർ അവിടെ മത്സരിക്കും, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കുമെന്ന് തന്നെയാണ്. അങ്ങനെ അൻവർ മത്സരിച്ചാലും, തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചാലും അവിടെ നഷ്ടമാകുന്ന വോട്ടുകൾ UDFൻ്റേതാകുന്ന ഒരു വിലയിരുത്തൽ കൃത്യമായിട്ട് അൻവറിനുണ്ട്. അങ്ങനെ ഒരു അൻവർ അവിടെ വോട്ട് പിടിക്കുകയാണെങ്കിൽ അത് LDFന് അനുകൂലമാകുന്നൊരു സാഹചര്യം വന്നേക്കാം. അവിടെ UDFന് കയ്യിൽ വന്ന സുവർണാവസരം നഷ്ടമാകുന്ന ഒരു അവസരം വരും. അതിന് UDF തയ്യാറാകുമോ? അത്തരത്തിൽ അങ്ങനെ ഒരു സാധ്യത മുന്നിൽ വെച്ച് അൻവർ ഒരു വിലപേശൽ നടത്തുകയാണ്. അത്തരത്തിലൊരു സമ്മർദ്ദത്തിലേക്ക് UDFനെ തള്ളിവിട്ട് തൻ്റെ കാര്യങ്ങൾ നടത്തുവാനുള്ള ഒരു വിലപേശലാണ് ഇപ്പോൾ PV അൻവറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അൻവർ മാധ്യമങ്ങളോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അൻവറിനൊപ്പമുള്ളവർ ആ യോഗത്തിന് ശേഷം നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ദിവസത്തിനകം UDFന്റെ ഘടകകക്ഷിയായി തൃണമൂൽ കോൺഗ്രസിനെ അംഗീകരിച്ചില്ലെങ്കിൽ, TMC അംഗീകരിച്ചില്ലെങ്കിൽ നിലമ്പൂരിൽ PV അൻവർ മത്സരിക്കും, അല്ലെങ്കിൽ PV അൻവറിൻ്റെ നിർദ്ദേശപ്രകാരം തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി മത്സരിക്കുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കൈവശം വന്നിരിക്കുന്ന ആ നല്ല അവസരത്തെ UDF നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് അൻവർ നടത്തുന്നത്. ഇതിനെങ്ങനെ UDF നേതൃത്വം കൈകാര്യം ചെയ്യുന്ന ചോദ്യമാണ് പ്രധാനമായിട്ടും ഉയരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലമ്പൂരിലെ കണക്കുകൾ നോക്കുമ്പോൾ അൻവറിന് നേടാൻ കഴിയുന്ന വോട്ടുകൾ അത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തായിരിക്കില്ല, കൂടുതലായിട്ടും അത് UDFന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരുടെ വോട്ടുകളായിരിക്കും. ആ വോട്ടുകൾ മുന്നിൽ വെച്ച് തന്നെയാണ് അൻവർ ഇപ്പോൾ UDFനോട് വിലപേശൽ നടത്തുന്നത്. യെസ്, അൻവറിന്റെ വിലപേശൽ നീക്കം, അതിന് കോൺഗ്രസ് വഴങ്ങുമോ എന്ന ചോദ്യം കൂടി ഉയരുകയാണ്. മുന്നണി പ്രവേശനമാണ് അൻവർ ഇതിന് സമ്മർദ്ദമായി ഉയർത്തുന്ന വാദം. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് അതിന് വഴങ്ങാൻ സാധ്യതയില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അൻവറിന്റെ ഈ നീക്കം കൂടി മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് ഇന്നലെ കോൺഗ്രസിൽ ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടായത് എന്നത് കാര്യം കൂടി പ്രസക്തമാണ്. എന്തായാലും PV അൻവർ ഉയർത്തുന്ന രാഷ്ട്രീയ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങുമോ? തനിക്ക് മുന്നണി പ്രവേശനം സാധ്യമാക്കണമെന്ന വാദം PV അൻവർ ഉന്നയിക്കുകയാണ്. പക്ഷേ അത് സാധ്യമാകുന്ന അത്തരം നിലപാടെടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടില്ല എന്നതാണ് വസ്തുത. മുന്നണി പ്രവേശനത്തിന് മുമ്പ് തന്നെ മുന്നണിയെ സമ്മർദ്ദത്തിലാക്കാൻ അൻവർ നടത്തുന്ന പ്രതിസന്ധികളും നീക്കങ്ങളും, അതാണ് കോൺഗ്രസിനെയും പൊതുവിൽ UDFനും വലിയ ആശയക്കുഴപ്പമുണ്ടാക്കിയത്. ലീഗ് നേതൃത്വമാണ് അല്പമെങ്കിലും അൻവറിനോട് ചേർന്ന് നിന്ന് പോകുന്നത്. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, അൻവർ വീണ്ടും ഒരു സമ്മർദ്ദമുയർത്തുമ്പോൾ ഇതിന് വഴങ്ങുമോ കോൺഗ്രസ്? നമുക്കങ്ങനെ പ്രതീക്ഷിക്കണോ?
സജിത്ത് വഴങ്ങില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പുതിയ രാഷ്ട്രീയ നീക്കം പല നേതാക്കളുമായും വീണ്ടും സംസാരിക്കുമ്പോൾ തൽക്കാലം വഴങ്ങേണ്ടതില്ല എന്നൊരു നിലപാടിൽ തന്നെയാണുള്ളത്. ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഈ മാസം 30-ന് നിലമ്പൂരിൽ വെച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി യോഗം വിളിച്ചിട്ടുണ്ട്. PV അൻവർ രാവിലെ 10 മണിക്കാണ് യോഗം. ഈ യോഗത്തിൽ വെച്ച് തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കാനാണ് തീരുമാനം. അതായത് 30-ന് ഇനിയും ദിവസങ്ങളുണ്ട്. അതിനുള്ളിൽ സമവായ നീക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നത് ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. രാഷ്ട്രീയമാണ്, ഏത് നിമിഷവും തീരുമാനങ്ങൾ മാറി മറിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇപ്പോഴത്തെ തീരുമാനം അനുസരിച്ച് PV അൻവറിന് വഴങ്ങേണ്ടതില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഉള്ളത്. പ്രത്യേകിച്ച് ഏതെങ്കിലും ഗ്രൂപ്പ് വ്യത്യാസമില്ല. പ്രത്യേകിച്ച് KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക് സമാന ചിന്താഗതി തന്നെയാണുള്ളത്. ഇന്ന് രാവിലെ AP അനിൽകുമാർ അനുമോദനോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയ കാര്യവും അത് തന്നെയാണ്. അതായത് അൻവർ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. യഥാർത്ഥത്തിൽ ഇവരൊക്കെയും പല നേതാക്കളും മുൻകാല UDF-ലെ ചരിത്രം കൂടിയാണ് അനുസ്മരിക്കുന്നത്. PC ജോർജ് ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് മാധ്യമങ്ങളുടെ പ്രധാന ഫോക്കസുകൾ അതിലേക്ക് പോവുകയും UDF-ലാകെ കുഴപ്പം പിടിച്ച വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കുകയും ചെയ്യും. UDF സമീപകാലത്ത് ആഗ്രഹിക്കുന്ന ഒരു കാര്യമേ അല്ലത്. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും ചേലക്കരയും ഒക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ വേഗത്തിൽ നടത്തിയതും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്നുള്ളതാണ്. ഇപ്പോൾ മലപ്പുറത്തിന്റെ കാര്യത്തിലാണെങ്കിൽ VS ജോയിയുമായി ജോയി ഉയർത്താൻ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു പ്രതിഷേധം ഉയർത്താൻ സാധ്യതയുണ്ടെങ്കിൽ അത് ആദ്യം പരിഹരിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയത്. അവിടെയാണ് മുന്നണിക്ക് പുറത്ത് ഒരുപക്ഷെ ഒരു അസോസിയേറ്റ് മെമ്പറായി നിൽക്കുന്ന ഒരു കക്ഷി, സഹകരിച്ച് നിൽക്കുന്ന ഒരു കക്ഷി ഇത്ര വലിയ തലവേദന ഉണ്ടാക്കുന്നത്. ആ തലവേദനയ്ക്ക് വഴങ്ങണ്ട എന്നതുകൊണ്ട് മാത്രമാണ് ഫലത്തിൽ ഈ ഒരു ആര്യാടൻ ഷൗക്കത്ത് എന്ന പേരിലേക്ക് VS ജോയി എന്ന വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ മറികടന്ന് ഒരല്പം കൂടി വെല്ലുവിളിയുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആര്യാടൻ ഷൗക്കത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോയത്. അതൊരു വളരെ ധൈര്യപൂർവ്വമുള്ള ഒരു വെല്ലുവിളി നിറഞ്ഞ തീരുമാനം എന്ന് തന്നെയാണ് നേതാക്കൾ പലരും പറയുന്നത്. പ്രത്യേകിച്ച് നിലമ്പൂരിൽ വലിയ മത്സരമായിരിക്കും നടക്കാൻ പോകുന്നത്. ചെറിയ മാർജിനിൽ നടക്കുന്ന ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ഈ തരത്തിലൊരു തീരുമാനമെടുത്തത് തന്നെ, ഒരു ശക്തമായ തീരുമാനമെടുത്തത് തന്നെ അൻവറിന് വഴങ്ങേണ്ട എന്നതുകൊണ്ടാണ്. ഇപ്പോഴത്തെ തീരുമാനവും ഈ സമ്മർദ്ദ രാഷ്ട്രീയത്തിൽ വീഴണ്ട എന്ന് തന്നെയാണ്. ബാക്കിയുള്ളത് പിന്നീട് നോക്കാം എന്ന നിലയിലാണ് നേതൃത്വമുള്ളത്. അതേസമയം തന്നെ അൻവറും പല നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അൻവറിനെ സംബന്ധിച്ച് ഒരേ ഒരു ആഗ്രഹമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് UDF-ൽ പ്രവേശിക്കണം. ഈ ഒരു ഘട്ടത്തിലല്ലെങ്കിൽ ഇതൊരു സമയമാണ്, ഒരു നല്ല സമയമാണ്. ഈ സമയത്ത് UDF-ൽ പ്രവേശിപ്പിച്ചില്ല എങ്കിൽ പിന്നീട് അത് പല പ്രശ്നങ്ങൾക്കും കാരണമാകും എന്ന വിലയിരുത്തൽ അവർ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അൻവർ ഈ ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനൊരു സമ്മർദ്ദ രാഷ്ട്രീയം കളിക്കുന്നത് എന്നാണ് അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമുക്ക് പലരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയ നീക്കങ്ങൾ ചടുലമായി നടക്കും. 1-2 ദിവസങ്ങൾക്കുള്ളിൽ ഇതിലൊരു വ്യക്തത ഉണ്ടാക്കേണ്ടതുണ്ട്. അൻവർ UDF-നകത്തോ പുറത്തോ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിനപ്പുറത്തേക്ക് അൻവർ പുറത്താണെങ്കിൽ അൻവർ സ്ഥാനാർത്ഥിയാകുമോ? സ്ഥാനാർത്ഥിയാകുക എന്നുള്ളത് അൻവറിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. സ്വന്തം ശക്തി എന്ത്, ഇടത് വലത് മുന്നണികളെ നേരിട്ടുകൊണ്ട് സ്വന്തം ശക്തി എന്തെന്ന് തെളിയിക്കേണ്ടി വരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതിന് അൻവർ ധൈര്യപ്പെടുമോ എന്നുള്ളതാണ്. പാലക്കാട് സ്വന്തം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം അതിൽ നിന്ന് പിന്മാറിയ ചരിത്രമാണ്, ചില സർവേകളൊക്കെ നടത്തി പിന്മാറിയ ചരിത്രമാണ് അൻവറിനുള്ളത്. അതായത് നിരന്തരം ഒരു തീരുമാനത്തിലേക്ക് ഉറച്ചു നിൽക്കുന്ന ഒരു രീതി കഴിഞ്ഞ കുറെ കാലമായി അൻവറിന് കാണാനില്ല. അതുകൊണ്ട് തന്നെ നിലമ്പൂരിലും എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. സജിത്ത്, ശ്രീജിത്ത്, അത് തന്നെയാണ് സാഹചര്യം. കോൺഗ്രസ് വഴങ്ങില്ല PV അൻവറിന് മുന്നിൽ. അത് വളരെ വ്യക്തമായ തീരുമാനമാണ്. ഇത് മാത്രമല്ല, ഇന്നലെ എടുത്ത തീരുമാനം കോൺഗ്രസ് കേന്ദ്രങ്ങൾ ആഘോഷിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലടക്കം കോൺഗ്രസിന്റെ ഏറ്റവും ഉചിതമായ തീരുമാനം എന്ന തരത്തിൽ അൻവറിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള സമൂഹ മാധ്യമ നീക്കങ്ങൾ പോലും കോൺഗ്രസ് ക്യാമ്പിൽ ഒരു പുതിയ ഉണർവ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അൻവറിന് ഇനി വഴങ്ങിക്കൊണ്ട് എന്തായാലും ഒരു നീക്കം ഉണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുമില്ല. ഡാൻ കുര്യൻ കൂടി തിരുവനന്തപുരത്തുണ്ട്. ഡാൻ, കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ അൻവർ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധിയാകുന്നു എന്ന സൂചനകൾ അവർ പങ്കുവയ്ക്കുന്നുണ്ടോ? അൻവറിന് വഴങ്ങുന്നത് ഭാവിയിലടക്കം വെല്ലുവിളി എന്ന് തന്നെയല്ലേ അവർ വിലയിരുത്തൽ? അൻവറിനോടുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും നിലപാട് എന്തായിരിക്കും തുടർന്നങ്ങോട്ട് എന്നതിന്റെ ഒരു കൃത്യമായ ദിശാസൂചകമായി ഇന്നലെ എടുത്ത ഈ നിർണായകമായ തീരുമാനത്തെ വ്യാഖ്യാനിക്കേണ്ടി വരും. പക്ഷേ അപ്പോഴും എടുത്തു പറയേണ്ട കാര്യം, അൻവറിന് മുമ്പിൽ വഴങ്ങില്ല എന്ന് പറയുമ്പോഴും അൻവറിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ അൻവർ നടത്തിയ തുറന്നു പറച്ചിൽ അത് പാർട്ടി നേതൃത്വത്തിനിടയിൽ വലിയ അതൃപ്തിക്കാണ്, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ വലിയ അതൃപ്തിക്കാണ് വഴിവെച്ചിരിക്കുന്നത്. അപ്പോഴും അൻവറിനെ പിണക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അപകടകരമായ ഒരു സ്ഥിതിയാകും. അതുകൊണ്ട് അൻവറിനെ ഏതു വിധേനയും കൂടെ നിർത്തണം എന്ന ഒരു കൃത്യമായ തീരുമാനത്തിൽ തന്നെയാണ് പാർട്ടിയുടെ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ലീഗ് നേതൃത്വം ഉൾപ്പെടെ
അൻവറുമായുള്ള അനുനയ ചർച്ചകൾ നടത്തുന്നത് എന്ന വിവരം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുമ്പ് തന്നെ അൻവറിനെ അനുനയിപ്പിച്ചുകൊണ്ട് UDF-ന്റെ പിന്തുണ ഉറപ്പാക്കുന്ന തരത്തിൽ, UDF-ന് പിന്തുണ ഉറപ്പാക്കുന്ന തരത്തിൽ, ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ ഉറപ്പാക്കുന്ന തരത്തിലുള്ളൊരു മൃദു സമീപനം അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ശുഭപ്രതീക്ഷയോടെയാണ് അണിയറയിൽ നടക്കുന്ന ഈ ചർച്ചകളെ നോക്കിക്കാണുന്നത് എന്നാണ് UDF-ലെ തന്നെ മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കുന്നത്. പ്രധാനമായി അൻവർ പാർട്ടിയെ മുഴുവൻ വെട്ടിലാക്കുന്ന തരത്തിലാണ് ഇന്നലെ അത്തരത്തിലൊരു പരാമർശം നടത്തിയത് എന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തെ കടുത്ത അതൃപ്തിയിലേക്ക് നയിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും അൻവറിനെ ഒരുപക്ഷെ ഒരു ചെറിയ തെരഞ്ഞെടുപ്പ് ധാരണ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നത് ഒരു ചോദ്യമാണ്. അത്തരം സാധ്യത ബാക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ അൻവറിന്റെ സമ്മർദ്ദം മുന്നണിയിൽ എടുത്തേ പറ്റൂ എന്ന സമ്മർദ്ദത്തിന് എന്തായാലും കോൺഗ്രസ് വഴങ്ങില്ല എന്നത് തന്നെയാണ് അവരുടെ നിലപാട്. എന്ന് മാത്രമല്ല, ഇന്നലെ എടുത്ത നിലപാട് കോൺഗ്രസിനകത്ത് ആഘോഷിക്കപ്പെടുമ്പോൾ ഇനി എന്തിന് പിന്നോട്ട് പോകണമെന്ന ചോദ്യം സ്വാഭാവികമായും കോൺഗ്രസിനകത്ത് ഉയർന്നു വരും.